ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ എപ്പിസോഡ് അനന്തപുരിയിലെ മരുമക്കൾക്കായിട്ട് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി വരുന്നതാണ്. അതായത് അത്യാവശ്യം ഫേമസ് ആയി നിൽക്കുന്ന ചില കുടുംബത്തിൽ നിന്നും നല്ലൊരു മോഡലിനെ തെരഞ്ഞെടുക്കുന്ന ഒരു പരിപാടിയായിരുന്നു കേട്ടോ ഇത്. ഇതിന് പെർമിഷൻ ചോദിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആളുകൾ മുത്തശ്ശന്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. അനന്തപുരിയിലെ മുത്തശ്ശനെ മുറി കാണിക്കുന്നുണ്ട്. മുത്തശ്ശനും മുത്തശ്ശിയും ഓരോന്ന് പറഞ്ഞിങ്ങനെ ചിരിച്ചോണ്ടിരിക്കുകയാണ്. അവർ പറയുന്നതും ആ സമയത്ത് നയനയുടെ കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോഴാണ് മുത്തശ്ശന്റെ ഫോണിലേക്ക് ഒരു ഫോൺ വരുന്നത്. അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട്, ഇദ്ദേഹത്തിന്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ടല്ലോ. ആ, താനതൊന്നും എടുത്തേ. ആ, ഞാൻ എടുക്കാനോ? ഇദ്ദേഹത്തിന് വല്ലതും ആയിരിക്കും ഈ ഫോണ്. ഞാൻ എന്തായാലും എടുക്കുന്നില്ല, ഇദ്ദേഹം തന്നെ എടുക്ക്. ഇതും പറഞ്ഞ് ഫോണ് മുത്തശ്ശന്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ തന്നെ മുത്തശ്ശൻ ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഹലോ ഹലോ, മൂർത്തി സാറല്ലേ? അതെ, ആരാ? സർ, ഞങ്ങളൊരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് വിളിക്കുക. പ്രോഗ്രാമോ? അതെ സർ. പ്രോഗ്രാം എന്ന് വെച്ചാ എനിക്കാണോ? സോറി സർ, ഇത് ലേഡീസിന്റെ പരിപാടിയാ. പിന്നെ സർ, സാറിന് അതിലൊരു ഗസ്റ്റായിട്ട് ക്ഷണിക്കുന്നുണ്ട്, അതിനാ സാറിനെ വിളിച്ചത്. അയ്യോ, എന്നെ ആര് ക്ഷണിച്ചാലും ഞാൻ അവരുടെ ക്ഷണം സ്വീകരിക്കാറേ ഉള്ളൂ. അയ്യോ സർ, സാറിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ സാറിനിപ്പോൾ ഓക്കെ ആയെന്നാ കേട്ടത്. അതുകൊണ്ടാണ് സാറിനെ ക്ഷണിക്കാന്ന് കരുതിയത്. അതിനെന്താ മോനെ, നിങ്ങൾ എന്നെ ക്ഷണിച്ചു, എനിക്കതിൽ സന്തോഷം. പക്ഷേ നിങ്ങൾ എന്നെ ക്ഷണിച്ചിട്ടും എനിക്ക് അവിടെ വരാൻ പറ്റാത്തതിലുള്ള വിഷമമുണ്ട്. അത് കുഴപ്പമില്ലേ സാർ, ഞങ്ങൾക്ക് സന്തോഷം. ഞങ്ങളുടെ ക്ഷണം നിരസിച്ചില്ലല്ലോ സാർ. പിന്നെ സർ, വിരോധമില്ലെങ്കിൽ ഞങ്ങൾ അറിയപ്പെടുന്ന കുറച്ച് ഫാമിലീസിൽ നിന്ന് ഒരു നല്ല മോഡലിനെ തിരഞ്ഞെടുക്കുന്നുണ്ട്. സർ, സാറിന്റെ വീട്ടിലെ സ്ത്രീകൾക്കും ഇതിൽ പങ്കെടുക്കാം. ഞങ്ങൾ അങ്ങോട്ട് വന്നോട്ടെ? അതിനെന്താ, നിങ്ങൾ പോന്നോളൂ. അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർ പങ്കെടുത്തോട്ടെ. ഓക്കെ സാർ, താങ്ക്സ്. ഇതും പറഞ്ഞ് അവർ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അല്ല, ഇദ്ദേഹത്തെ ഇപ്പൊ ആരാ വിളിച്ചത്? ഒന്നും പറയണ്ട, എന്നെ ഒരു പ്രോഗ്രാമിന് ക്ഷണിക്കാൻ വേണ്ടി വിളിച്ചതാ. എനിക്ക് ഏതായാലും പോവാൻ സാധിക്കില്ലല്ലോ. രണ്ടാമത് അവരൊരു ആവശ്യം പറഞ്ഞു. അവർക്ക് നല്ലൊരു മോഡലിനെ തെരഞ്ഞെടുക്കണമെന്ന്. ഇവിടെയുള്ള സ്ത്രീകൾക്കും അതിൽ പങ്കെടുക്കാനെന്നും പറഞ്ഞു. അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർ പങ്കെടുത്തോട്ടെ. അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട്, അതിനൊക്കെ അവർ ഒരുങ്ങോ? അറിയില്ലടോ, അവരുടെ ഇഷ്ടമല്ലേ, അവരോട് ചോദിക്കട്ടെ. നവിമോൾക്കായിരുന്നു ഇതുപോലുള്ള പ്രോഗ്രാംസിനൊക്കെ പോവാൻ ഇഷ്ടം. പക്ഷേ അവളിപ്പോ ഗർഭിണിയല്ലേ. എടോ വസുന്ധരെ, അന്ന് നവ്യമോള് പോയിരുന്നത് നല്ലൊരു പരിപാടിക്കായിരുന്നെങ്കിൽ ഇന്നിവിടെ എല്ലാവരും ആ കുട്ടിയെ പ്രോത്സാഹിപ്പിച്ചേനെ. പക്ഷേ എന്തോ ആ കുട്ടിയുടെ തെറ്റായ ചിന്താഗതി അതിനെല്ലാം അടിച്ചമർത്തപ്പെട്ടു. ഇനിയെല്ലാം ഇവിടുത്തെ സ്ത്രീകളുടെ ഇഷ്ടം. അവരിങ്ങോട്ട് വരുന്നുണ്ടെന്നാ പറഞ്ഞത്. അല്ല, ഇനി നീ അതിൽ പങ്കെടുക്കുന്നുണ്ടോ? എന്തൊക്കെയാ ഇദ്ദേഹം പറയുന്നത്? അല്ല, തന്റെ സൗന്ദര്യത്തിന് ഇപ്പോഴും ഒരു കോട്ടവും പറ്റിയിട്ടില്ല. പിന്നെ ഇതും പറഞ്ഞ് അവര് രണ്ടുപേരും ഇങ്ങനെ ചിരിക്കാട്ടോ. അപ്പൊ ആദർശ മുറിയിലോട്ട് കയറി വരുന്നുണ്ട്. മുത്തശ്ശി, രണ്ടുപേരും നല്ല സന്തോഷത്തിലാണല്ലോ. അതെന്താടാ മോനെ, കുറച്ച് പ്രായം ചെന്നാ സന്തോഷിക്കരുതെന്നുണ്ടോ? നമുക്ക് സന്തോഷിച്ചൂടെ? അങ്ങനെയല്ല മുത്തശ്ശ, എന്താ സന്തോഷിക്കുന്നതെന്നാ ചോദിച്ചത്. അപ്പോ എനിക്കൂടെ കൂടെ കൂടാലോ. ഇതേ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള ചില സന്തോഷങ്ങളാ. അതെങ്ങനെ മറ്റുള്ളവരായിട്ട് പങ്കുവെക്കും? ഓ, അപ്പൊ എനിക്കിട്ട് കൊത്തി അല്ലേ? അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട്, നിനക്കും ഉണ്ടല്ലോ ഭാര്യ, നീ അവളുടെ അടുത്ത് പോയിട്ട് ഇതുപോലെയൊക്കെ പറ. അതല്ലേ മുത്തശ്ശനോടും മുത്തശ്ശിയോടും ചോദിച്ചത്, എന്തും പറഞ്ഞിട്ടാ നിങ്ങൾ ചിരിക്കുന്നതെന്ന്. അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട്, അതെ മോനെ, ചിരിക്കാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. അപ്പം വായി കിട്ടുന്ന ഓരോന്ന് പറയുമ്പോൾ അതിന്റെ പുറത്ത് ചിരിച്ചു പോകുന്നതാ. അല്ല, മോനിപ്പെന്തിനാ ഇങ്ങോട്ട് വന്നത്? ഏയ്, ഞാൻ താഴെ നോക്കിയപ്പോൾ മുത്തശ്ശി അവിടെ കണ്ടില്ല. അപ്പൊ പിന്നെ മുറിയിലുണ്ടാകുമെന്ന് കരുതി. നയനമോൾ എവിടെ പോയി? നയനയ്ക്ക് ഇപ്പോഴും ജോലിയല്ല അച്ഛാ, നിന്ന് തിരിയാൻ സമയമുണ്ടാകാറില്ല. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ആ കുട്ടി. നേരം വെളുത്ത അന്ത്യയാകുന്നവരെ ഈ വലിയ വീട്ടിലെ ഓരോ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുക. എന്നാ നമ്മുടെ നയനമോളെ മനസ്സിലാക്കാൻ അവളുടെ അമ്മായിയമ്മയ്ക്ക് പറ്റാതെ പോകുന്നുണ്ടല്ലോ വസുന്ധരെ. ഇതൊന്നും കണ്ടുകൊണ്ട് നിൽക്കാൻ എനിക്ക് പറ്റുന്നില്ലടോ. ആദർശേ, മോൻക്കൊന്നും തോന്നുന്നില്ലേ? മുത്തശ്ശ, ഞാൻ ഒരുപാട് തവണ പറഞ്ഞു, മീനാക്ഷി ചേച്ചി ഇല്ലെങ്കിൽ വേറൊരാൾ ഇവിടെ ജോലിക്ക് വെക്കാന്ന്. അപ്പോ നയനയ്ക്കാ നിർബന്ധം. മീനാക്ഷി ചേച്ചിക്ക് വല്ലപ്പോഴും കിട്ടുന്നതേ ഉണ്ടാവുള്ളൂ. അത് വേറെ ആരെങ്കിലും വന്നാൽ ആ പാവത്തിന് അത് നഷ്ടപ്പെടുമെന്നൊക്കെ പറഞ്ഞിട്ട് അതിന് മീനാക്ഷിക്ക് വരുന്നതിനുള്ള പണം കൊടുക്കുന്നില്ലേ? അത് മാത്രമല്ല മുത്തശ്ശ, ശരിക്കും എൻ്റെ അമ്മയെ പേടിച്ചാ നയന ഇവിടെ ജീവിക്കുന്നത് പോലും. ഞാൻ ഇനിയിപ്പോൾ എന്തൊക്കെ പറഞ്ഞു കൊടുത്താലും അവൾക്ക് അമ്മയെ ധിക്കരിച്ച് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. മോനെങ്കിൽ ഇപ്പം നയനമോളെ മനസ്സിലാക്കിയല്ലോ, അത് തന്നെ ആ കുട്ടിക്ക് വലിയ ആശ്വാസമായി കാണും. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, അതെ, എന്നാലും എത്രയും പെട്ടെന്ന് ഇവിടെ ജോലിക്കാരെ വെക്കണം. ആദർശിന്റെ അബിയുടെയും കല്യാണത്തിന് മുൻപ് ഇവിടെ എത്ര ജോലിക്കാരുണ്ടായിരുന്നതെന്നറിയോ? അവസാനം നിന്റെ അമ്മയ്ക്ക് നയന ഇങ്ങനെ പണിയെടുക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് ഓരോരുത്തരായിട്ട് പിരിച്ചുവിട്ടു. അറിയാം മുത്തശ്ശ, എന്റെ അമ്മയുടെ തെറ്റുകളൊക്കെ. അതുകൊണ്ട് തന്നെ അമ്മയുടെ തെറ്റുകളെ ഇപ്പം ഞാൻ പ്രോത്സാഹിപ്പിക്കാറില്ല. എൻ്റെ ഭാര്യയുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ ഞാൻ ഭാര്യയുടെ ഭാഗത്ത് തന്നെ നിൽക്കും. ഇനി അമ്മയുടെ ഭാഗത്താ ന്യായമെങ്കിൽ ആ നേരം അമ്മയുടെ ഭാഗത്ത് നിൽക്കും. അതെ, അത് തന്നെയാ മോനെ വേണ്ടത്. അങ്ങനെയുള്ള അടുത്തെ നന്മയും സന്തോഷവും സമാധാനവും ഉണ്ടാകും. ഇനി കാണിക്കുന്നത് മുത്തശ്ശനെ നേരത്തെ വിളിച്ചില്ലേ,
അവരൊരു 3 പയ്യന്മാര് അനന്തപുരിയിലേക്ക് വരുന്നതാണ് കേട്ടോ. അവർ അനന്തപുരിയിലേക്ക് വരുമ്പോൾ തന്നെ ജയൻ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ജയൻ ചോദിക്കുന്നുണ്ട്, ആരാ? സർ, ഞങ്ങൾ മൂർത്തി സാറുടെ പെർമിഷൻ എടുത്തിട്ട് വന്നതാ. അച്ഛനെ മൂർത്തി സാറെ ഞങ്ങളുടെ ഒരു ഫംഗ്ഷന് ക്ഷണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ മൂർത്തി സാറിന് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളുടെ പ്രോഗ്രാമിൽ കുറച്ച് അറിയപ്പെടുന്ന ഫാമിലീസ് നിന്ന് നല്ലൊരു മോഡലിനെ തെരഞ്ഞെടുക്കുന്ന പരിപാടിയുണ്ട്. അതെന്താ അറിയപ്പെടുന്ന ഫാമിലീസ് എന്ന് മാത്രമേ ഉള്ളൂ? അയ്യോ സർ, അങ്ങനെയല്ല, ഞങ്ങൾ എല്ലാവരെയും ഇതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് മാത്രമാണ് ഇങ്ങനെ കുറച്ച് ഫാമിലീസിനെ തെരഞ്ഞെടുത്തിട്ട് അതിൽ നിന്ന് നല്ലൊരു മോഡലിനെ തെരഞ്ഞെടുക്കുന്നത്. ഇത് നല്ല പരിപാടിയാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ചടഞ്ഞുകൂടി കുത്തിരുന്നവർക്കൊക്കെ അത് വലിയ പ്രോത്സാഹനമാവുമല്ലേ? അതെ സാർ, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം വെച്ചത്. ഇവിടെയും കുറച്ച് സ്ത്രീകളുണ്ട്, എന്തായാലും ചോദിച്ചു നോക്ക്. അങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ജയൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അതെ, സ്ത്രീകൾക്കുള്ള ഒരു പ്രോഗ്രാമാ നല്ലൊരു മോഡലിനെ തെരഞ്ഞെടുക്കുന്നത്. ആർക്കെങ്കിലും വേണമെങ്കിൽ പോയി പേര് കൊടുത്തോ. ഇത് കേട്ടുകൊണ്ട് അനാമികയും നയനയും നവ്യയും അതുപോലെ ദേവയാനയും ജാനകിയും ജലജയും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോ ഈ വന്ന പയ്യന്മാരിന്ന് ഒരാൾ പറയുന്നുണ്ട്, മാഡം, ഞങ്ങളൊരു മോഡലിനെ തെരഞ്ഞെടുക്കുന്നുണ്ട്, അതിനുള്ള പ്രോഗ്രാമാണ് ഇത്. അപ്പൊ ദേവയാനി പറയുന്നുണ്ട്, ആയിക്കോട്ടെ, നല്ല കാര്യം. അപ്പൊ ജാനകി ദേവയാനോട് പറയുന്നുണ്ട്, ഏട്ടത്തി, ഇതിന് നമുക്കൊക്കെ പങ്കെടുക്കാവോ? അതിനെന്താ, സൗന്ദര്യമുള്ള ആർക്ക് വേണമെങ്കിലും ഇതിൽ പങ്കെടുക്കാം. നമുക്കൊക്കെ സൗന്ദര്യത്തിന് എന്താ കുറവ്? അതെ അതെ, നമ്മളൊക്കെ പങ്കെടുത്താൽ നമ്മൾക്ക് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പുണ്ട്. ജലജയും കൂടി കൂടെ കൂട്ടാം, അല്ലേ ഏട്ടത്തി? അവളും പോന്നോട്ടെ. അതേസമയം തന്നെ ആദർശ് നയനോട് പറയുന്നുണ്ട്, ദേ, നല്ലൊരു മോഡലിനെ തിരഞ്ഞെടുക്കുന്ന പരിപാടിയാ, ചെന്ന് നോക്ക്. എന്തെങ്കിലും ലക്കിന് എന്റെ ഭാര്യയ്ക്ക് കിട്ടിയാലോ? എനിക്കിവർ പറയത്തക്ക സൗന്ദര്യമൊന്നുമില്ല, അതുകൊണ്ട് ഞാനൊന്നും പങ്കെടുത്ത കിട്ടാനും പോകുന്നില്ല. അതെ, എനിക്ക് കിച്ചണിൽ കുറച്ച് പണിയുണ്ട്, ഞാൻ അങ്ങോട്ട് പോട്ടെ. ഒന്ന് നിൽക്കൻ്റെ നയനെ, ആര് പറഞ്ഞു നിനക്ക് സൗന്ദര്യമില്ലാന്ന്? ഒരു കാര്യം പറയട്ടെ, ഇവിടെയുള്ള എല്ലാ സ്ത്രീകളെക്കാളും വെച്ച് നീ ഏറ്റവും കൂടുതൽ ഭംഗി. അപ്പം നയനയ്ക്ക് തോന്നാട്ടോ, അപ്പം അമ്മയോ ഒന്ന് ചോദിച്ചു നോക്കാം. അല്ല, അപ്പം ആദർശേട്ടൻ്റെ അമ്മയോ? ആ അമ്മയെക്കാളും സുന്ദരിയാണോ ഞാൻ? ഇവളെന്നെ കുഴപ്പിച്ചല്ലോ. അതെ, അമ്മയായാലും നീ ആയാലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് കിട്ടും. പിന്നെ അമ്മയുടെ പ്രായമല്ലല്ലോ നീ, അമ്മയ്ക്ക് കുറച്ച് പ്രായമൊക്കെ ആയില്ലേ? അപ്പം എന്താ പറഞ്ഞുകൊണ്ട് വരുന്നത്? ഞാനാണ് ഭംഗിയെന്നാണോ? അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. നിനക്ക് പങ്കെടുക്കണേ പങ്കെടുത്തോ, ഞാൻ പറയേണ്ടത് പറഞ്ഞു. എന്തായാലും അമ്മയെ താഴ്ത്തി കിട്ടാൻ പറ്റത്തില്ല, ഭാര്യ എത്രത്തോളം താഴ്ത്തി കിട്ടാം. എന്തൊരു മകനാ ഇത്? എന്തെങ്കിലും പറഞ്ഞോ? നിനക്ക് വേണമെങ്കിൽ പോയി പങ്കെടുത്തോ. ദേ, ആ അനിയുടെ ഭാര്യയൊക്കെ പങ്കെടുക്കാനായിട്ട് റെഡിയായി നിൽക്കുക. അവൾക്കെങ്ങാനും കിട്ടിയാലേ പിന്നെ അവൾ നിന്നെ വിലവെക്കത്ത് പോലും ഇല്ല. കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ ആദർശേട്ടാ, നമ്മളെന്തിനാ മറ്റുള്ളവരുടെ ഇതൊക്കെ തട്ടിപ്പറിച്ചെടുക്കുന്നത്? തട്ടിപ്പറിച്ചെടുക്കുന്നതാണോ? നിന്റെ കഴിവല്ലേ നീ അവിടെ തെളിയിക്കാൻ പോകുന്നത്? സൗന്ദര്യം മാത്രം പോരെ ഇതിന്, ബുദ്ധിയും വിവേകവും ഒക്കെ വേണം. അതുകൊണ്ടാണ് നിന്നോട് ഞാൻ പങ്കെടുക്കാൻ പറഞ്ഞത്. അപ്പൊ ദേവയാനി പറയുന്നുണ്ട്, എന്നാ പിന്നെ ഞങ്ങളുടെ പേരെഴുതിക്കോ മോനെ. ആ സമയത്ത് തന്നെ ഈ 3 പേരും തമ്മി നോക്കാട്ടോ. അപ്പൊ ജാനകി പറയുന്നുണ്ട്, എന്റെ പേര് എന്നെ ആദ്യം എഴുതിക്കോ. ജാനകി, അയ്യോ മേഡം. അപ്പൊ ദേവേനെ പറയുന്നുണ്ട്, ഒന്നും പറയണ്ട, ഞങ്ങൾക്കൊക്കെ സമ്മതോ. അപ്പൊ ജലജ പറയുന്നുണ്ട്, അല്ല, ഇവിടെ എന്താ നടക്കുന്നത്? ജലജ, ഇവിടെ നല്ലൊരു മോഡലിനെ തെരഞ്ഞെടുക്കുക, നീ ഇതിൽ പങ്കെടുക്കുന്നോ? ഏട്ടത്തി പങ്കെടുക്കുന്നുണ്ടോ? ഞാനും ജാനകിയുണ്ട്. എങ്കിൽ പിന്നെ എന്റെ പേര് കിട്ടൂ. ശരി, ദേ, അടുത്ത എന്റെ പേര് എഴുതിക്കോ, ദേവയാനി. മാഡം, ഒന്ന് പറഞ്ഞോട്ടെ. എന്താ മാഡം, മാഡത്തിന് എത്ര ഏജായി? ഏജൊക്കെ അറിഞ്ഞിട്ടാണോ മോഡലിൽ തിരഞ്ഞെടുക്കുന്നത്? മാഡം, നമ്മൾ ഈ പ്രോഗ്രാമിൽ 30 വയസ്സിന് താഴെയുള്ളവർക്ക് പങ്കെടുക്കാൻ പറ്റൂ. മാഡത്തെ കണ്ടിട്ട് 30 വയസ്സിന് മുകളിൽ തോന്നിക്കുന്നുണ്ട്. സോറി മാഡം, ഇത് മാഡത്തിനുള്ള പ്രോഗ്രാം അല്ല. ഇത് കേട്ടപ്പോൾ തന്നെ ദേവയാനെ ആകെ ചമ്മി നാറുകയാണ് കേട്ടോ. അപ്പോൾ അതിൽ മറ്റൊരു പയ്യൻ പറയുന്നുണ്ട്, ദേ, ആ മാഡത്തോടൊന്ന് ചോദിച്ചു നോക്കിയാലോ. അതായത് നയനയെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് ചോദിക്കുന്നത്. എന്നാൽ നയനയുടെ സൈഡിലായിട്ട് തന്നെ അനാമികയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അനാമികയൊന്നും ആരും നോക്കുന്നില്ല, നയനയെ തന്നെ നോക്കി നിൽക്കുക കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് മറ്റൊരു പയ്യൻ പറയണേ, മാഡത്തിൻ്റെ പേര് നമ്മൾ ഇതിൽ എഴുതിക്കോട്ടെ, മാഡത്തിന് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തൂടെ? അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അവളുടെ പേര് എഴുതിക്കോ, നയന. ആദർശേട്ടാ, എടി, നീ അങ്ങോട്ട് ചെന്നതല്ല, അവർ നിന്നെ ഇങ്ങോട്ട് വന്ന് ക്ഷണിച്ചതാ. എന്നാൽ നവ്യക്ക് ഇതിൽ പറ്റാത്തതിലുള്ള നല്ല വിഷമമുണ്ട് കേട്ടോ. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, അതെ, എൻ്റെ പേരും കൂടി എഴുതുമോ? എഴുതാലോ. മാഡത്തിൻ്റെ പേരെന്താ? അനാമിക. ഓക്കെ, പ്രോഗ്രാം ഈ വരുന്ന 19th 2 പേരും എന്തായാലും പങ്കെടുത്തിരിക്കണം. പിന്നെ ഇവിടെ വേറെ ആരെങ്കിലും പങ്കെടുക്കാനുണ്ടോ? ഇവർ മാത്രമേ ഉള്ളൂ. പിന്നൊരാളുണ്ട്, ആൾ ഗർഭിണിയാണ്, അതുകൊണ്ട് ആൾക്കിപ്പോൾ പറ്റത്തില്ല. ശരി സാർ, ഞങ്ങളോട് സഹകരിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട്. അപ്പം പിന്നെ എന്നാ പ്രോഗ്രാമിന് കാണാം. ശരി മാഡം. ഇതും പറഞ്ഞ് അവരിറങ്ങുന്ന സമയത്ത് തന്നെ ദേവയാനിക്ക് ദേഷ്യം പിടിക്കാട്ടോ. കാരണം അവർ പറഞ്ഞതൊന്നും ഇവന്മാർ മൈൻഡ് ചെയ്തില്ല. അപ്പൊ ജാനകി ദേവയാനോട് പറയുന്നുണ്ട്, ഏട്ടത്തി, ഇവന്മാർ നമ്മളെ നാണം കെടുത്തി, അത് പൊക്കോട്ടെ എന്ന് കരുതാം. പിന്നെ അവന്മാരാണെങ്കിലോ അവളെ നേരെ പോയി കണ്ടുപിടിച്ച പോലെ ഇതിലെന്തോ ഒരു ഉടായിപ്പില്ലേ? അല്ലെങ്കിൽ അനാമിക മോൾക്ക് എന്താ സൗന്ദര്യത്തിന് കുറവ്?
അവളെ കണ്ടില്ലല്ലോ. അവൾ ഈ പരിപാടിക്ക് പങ്കെടുത്താലല്ലേ അത് കുളമാക്കാനുള്ള വിദ്യകളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, ഇനി നല്ല കിടലൻ എപ്പിസോഡാണ് കേട്ടോ. അപ്പോൾ ആ എപ്പിസോഡുകൾ കാണാനായിട്ട് നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, വീഡിയോ ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഗായ്സ്.